നോ ഇഷ്യൂ, വെരി ഫ്രണ്ട്ലി, വെരി ലവ്ലി. ഇപ്പോൾ താങ്കൾ അരനൂറ്റാണ്ട് മുമ്പ് ഗൾഫിൽ പോകുമ്പോൾ ഗൾഫ് ബൂമിൻ്റെ ഒരു കാലമായിരുന്നു. ഗൾഫ് ബൂം അവസാനിച്ചോ? ഇപ്പോൾ ഈ അരനൂറ്റാണ്ട് ബൂമിങ് വീണ്ടും എല്ലാ രാജ്യങ്ങളും ബൂം ചെയ്യാണ്. അടുത്ത 5 കൊല്ലക്കാലം എന്ന് പറയുന്നത് ഗൾഫിൻ്റെ പുഷ്കര സമയം എന്ന് പറയും മലയാളത്തിൽ പറഞ്ഞാൽ. ഗൾഫിൽ തൊഴിലവസരം കൂടുകയാണ് ഇഷ്ടം പോലെ. ചിലർ ഈ പ്രാദേശികവാദം ഉള്ളതുകൊണ്ട് കുറേ ചില പ്രശ്നങ്ങളൊക്കെ പ്രാദേശികവാദം ഒന്നുമില്ല. അവിടെയുള്ള ലോക്കൽസിന് ജോലി കൊടുക്കണം എന്നുള്ള അത് 10% അത്രയേ. നിങ്ങളുടെ 100 പേരിലുള്ള 10 അത് ഒരു വരത്തില്ല. അവർ നമ്മുടെ കമ്പനിയിലൊന്നും ജോലി ചെയ്യാൻ അവർക്ക് താല്പര്യമൊന്നുമില്ല. അവർ ഗവൺമെൻറ് ജോലികളിലും അവർക്ക് അവരുടേതായ ചില വിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർ. അതൊന്നും നമ്മളെ ബാധിക്കുന്നേ ഇല്ല. ഇപ്പോൾ ഏത് മേഖലയിലായിരിക്കും കൂടുതൽ തൊഴിലവസരങ്ങൾ ഇനി വരാൻ പോകുന്നത്? ഇൻഡസ്ട്രീസ്, റിയൽ എസ്റ്റേറ്റ്. റിയൽ എസ്റ്റേറ്റ് ഇമ്പ്രൂവ് ചെയ്യാന്ന് പറയുമ്പോൾ അതിന് പാരലായിട്ട് ഒത്തിരി ഇൻഡസ്ട്രികൾ ഡെവലപ്പ് ആവും ഇല്ലേ? പോപ്പുലേഷൻ കൂടുകയാണ്. ഇവിടുത്തെ ലോകത്തെ എല്ലാ ആൾക്കാരും വരുന്നത് ഇപ്പോൾ ദുബൈയിലോട്ടാണ്. UAE വന്ന് സെറ്റിൽ ചെയ്യാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. അത്രയും ഭംഗിയുള്ളൊരു രാജ്യം, അത്രയും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ജീവിക്കാൻ പറ്റിയ നാട്. അപ്പം ആൾക്കാർ തള്ളും അങ്ങോട്ട്. ഗൾഫ് ബൂം അവസാനിച്ചിട്ടില്ല, പുഷ്കലകാലം. ഗൾഫ് ബൂമിൻ്റെ പുഷ്കലകാലമാണ് ഇനി അടുത്ത 5 കൊല്ലം. അടുത്ത 5 കൊല്ലം ആ 5 കൊല്ലം കൊണ്ടുവരുന്ന. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഈ പ്രാവശ്യം മുതൽ, ഈ വർഷം മുതൽ അവർ കോർപ്പറേറ്റ് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൊത്തം വരുമാനത്തിൻ്റെ 10% നമ്മൾ ഗവൺമെൻറ് പേ ചെയ്യണം. ആ 10% തിരിച്ച് നമ്മളിലോട്ട് തരികയാണ്. അത് ശരി. നമ്മുടെ നാട്ടിലെ പോലെ പൈസ എങ്ങോട്ട് പോയി എന്ന് ചോദിക്കേണ്ട ഗതികേട് അവിടെ ഇല്ല. നമ്മൾ നമ്മുടെ മുമ്പിൽ കാണുകയാണ്. നമുക്ക് കാണാം UAE എന്ന് പറയുന്നൊരു രാജ്യം. ഞാൻ അവിടെ ചെല്ലുന്നത് 2000-ലാണ്. ഈ 2000 മുതൽ 2024 അവസാനം വരെ ആ രാജ്യത്തിനുണ്ടായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, ആ ഒരു വിഷൻ, അവരത് ചെയ്തിരിക്കുന്ന രീതികൾ, അത് നമ്മളിൽ എത്തിച്ചിരിക്കുന്ന രീതികൾ, അത് വളരെ വ്യക്തമല്ലേ? നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യമല്ലേ? വേറെ ആളോ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമല്ലോ. ആൾക്കാർ അങ്ങോട്ട് ചെല്ലുകയല്ലേ, അവരാരെയും വിളിക്കുന്നില്ലല്ലോ വാ എന്ന് പറഞ്ഞിട്ട്. ഞാൻ വരിക എന്ന് പറഞ്ഞു തരുന്ന വ്യത്യാസമില്ലേ? വരൂ എന്ന് പറഞ്ഞിട്ട് പോകുന്നതും വരികയാണെന്ന് പറഞ്ഞിട്ട് പോകുന്നതും തമ്മിലുള്ള വ്യത്യാസമില്ലേ? ദാറ്റ് ഈസ് വെരി ക്ലിയർ.